സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടനം നടത്തി. രാവിലെ 6 മണിയോടെ അടിവാരത്ത് എത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് ശ്ലീഹായുടെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് മലകയറ്റം ആരംഭിച്ചത്. വലിയ സ്നേഹം എനിക്ക് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ യേശുവിന്റെ പീഡാനുഭവ സഹനത്തിന്റെ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥന നടത്തിയും ജപമാല ചൊല്ലിയുമായിരുന്നു മലകയറ്റം. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു: കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. കുരിശുമുടിയിൽ എത്തിയ പിതാവിനെ കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി സ്വീകരിച്ചു. തുടർന്ന് കുരിശുമുടി പള്ളിയിൽ പ്രാർത്ഥന നടത്തി. ആനന്ദ ശാന്തി കണ്ടു പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പൊൻകുരിശും മാർ തോമസ് ശ്ലീഹായുടെ കാൽപാദവും ബിഷപ്പ് വണങ്ങി. ബിഷപ്പിനെ കണ്ട വിശ്വാസികൾ അടുത്തുവരികയും അവരെ ബിഷപ്പ് ആശീർവദിക്കുകയും ചെയ്തു. തിരിച്ചിറങ്ങുമ്പോൾ കുരിശുമുടിയിൽ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ട ബിഷപ്പ് അവരുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും അവർക്കായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും. തോമസ് ശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള മലയാറ്റൂരിലെ കുരിശുമുടിയിലെ ഈ നോമ്പുകാലത്ത് തീർത്ഥാടനമായിട്ട് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തോമസ് ശ്ലീഹ നമുക്ക് നൽകിയ വലിയ പാഠങ്ങളുണ്ട്. നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. നമ്മുടെ വിശ്വാസം ത്യാഗവും സഹനവും നിറഞ്ഞതാണ്. അതിലെല്ലാം തോമസ് ശ്ലീഹായുടെ മുദ്രയുണ്ട്. അവൻ്റെ കൂടെ പോയി മരിക്കാൻ. നീ എവിടേക്കാ പോകുന്ന അറിയാൻ പാടില്ല. അങ്ങോട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പഠിച്ച വലിയൊരു ദർശനമുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പക്ഷെ തോമസ് ശ്ലീഹയെ ഓർമ്മിക്കുമ്പോൾ വഴിയിൽ തെറ്റാതെ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ശ്ലീഹായുടെ മക്കള് ഭാരതം മുഴുവൻ വ്യാപിച്ചു. ഇന്ന് ഭാരതത്തിന് പുറത്തേക്ക് നമ്മൾ വ്യാപിച്ചു. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 4 രൂപതകളുണ്ട്. നമുക്ക് ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ ഉണ്ട്. ഗൾഫിലേക്ക് ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സഭ വളരുകയാണ്. നമ്മുടെ സഭയിൽ നിന്നാണ് പൗരസ്ത്യ സഭകൾ ഏറ്റവും കൂടുതൽ മിഷണറി ദൈവവിളികളുള്ളത്, ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനം നടത്തുന്നത്. അത് തോമസ് ശ്ലീഹായുടെ രക്തത്തിൻ്റെ ഗുണമേന്മ നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ്. മലയാറ്റൂര് ഈ നോമ്പുകാലത്ത് തീർത്ഥാടകനായിട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ തോമസ് ശ്ലീഹയുടെ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ: സഭയിൽ ഐക്യവും സന്തോഷവും ഉണ്ടാക്കണേ. സഭ കൂടുതൽ നിന്റെ വഴികളിലൂടെ മിഷൻ പ്രവർത്തനം ചെയ്യാനുള്ള കൃപ നൽകണേ. ലോകത്തെ മുഴുവൻ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തോമസ് ശ്ലീഹ നീ വഴി നടത്തണേ. എല്ലാവർക്കും നന്മ നേരുന്നു. ഈസ്റ്ററിന്റെ മംഗളങ്ങൾ. സീറോ മലബാർ സഭയിലെ വൈദികരും സിസ്റ്റർമാരും ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു.